പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. അതിന് മുൻപായി ഒരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. പരിശുദ്ധ പിതാവേ, ദൈവവചനം പഠിക്കുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. ഏകാഗ്രതയോടെ അങ്ങയുടെ വചനം പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവശക്തി ഞങ്ങളോട് കൂടെ ഇരിക്കണം. ദൈവദാസനെ ബലപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് എല്ലാ ദിവസവും നന്മകൾ തന്ന് നമ്മളെ നടത്തുന്നു. നന്മ തന്ന് നടത്തുന്നവനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാമല്ലോ. താങ്ക് യു ജീസസ്. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ച ആനന്ദം നിത്യമാകും. നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴിയെ പിൻഗമിച്ച ആനന്ദം നിത്യമാകും. പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ സൂര്യ തേജോമയൻ തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ക്രൂശുമായിട്ട് പോകുന്ന നേരം എന്നെ തിരഞ്ഞെടുത്തവനായ യേശു, അതുമാത്രമല്ല എന്നെ തിരഞ്ഞു. ഞാൻ എവിടാന്ന് എന്നെ അന്വേഷിക്കുവാൻ കൊലവിടയായി തീർന്നു. എന്റെ കഷ്ടതകൾ ആ ക്രൂശിൽ കൂടെ തീർക്കുവാൻ കാൽവറിയിൽ യാഗമായ ദൈവം ആ യേശുവിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഹൃദയത്തിലൊന്ന് ധ്യാനിക്കാം. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേ
കൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഈ ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ഭാരം ചുമക്കുന്നവൻ യേശു എന്നെ നന്നായി അറിയുന്നവൻ. യേശു എൻ്റെ ഭാരം ചുമക്കുന്നവൻ. യേശു എന്നെ നന്നായി അറിയുന്നവൻ. യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ. യേശു എൻ്റെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറില്ല. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകനായി തീർന്നിടട്ടെ, യേശു മാറില്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു എന്നെ നന്നായി അറിയുന്നവൻ. യേശു എന്റെ ഭാരം
ചുമക്കുന്നവൻ യേശു എന്നെ നന്നായി അറിയുന്നവൻ യേശു സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. Hallelujah. Thank you, Jesus. നമുക്ക് ഇന്നത്തെ ബൈബിൾ ക്ലാസ് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളങ്ങേ ഒന്നുകൂടെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഏഴകളുടെ മനസ്സും ഹൃദയവും തുറന്നു തരണേ. ഞങ്ങളുടെ ബുദ്ധിയിൽ അങ്ങയുടെ കൃപ വരണമേ. മഹത്വം കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഇന്നലെ നമ്മൾ ത്രിയേകനായ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു. ഹേ ഇസ്രായേലേ, കേൾക്ക, നിൻ്റെ ദൈവമായ യഹോവ ഏകനാകുന്നു. യഹോവ എന്ന പദം ഏലോഹീം, ദൈവം എന്നതിന് ഏലോഹീം എന്ന വാക്ക് ഉപയോഗിച്ചു, അത് പ്ലൂറല. ഏകൻ എന്നതിന് യഖാദ് എന്ന പദം ഉപയോഗിച്ചു, അതും പ്ലൂറല. ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെയും പ്ലൂറൽ യൂസേജ് കാണാം. വരുവീൻ, നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറയുന്നയിടത്ത് ഏറ്റവും കുറഞ്ഞത് 3 പേർ ഒരുമിച്ചാണ് ചേരുന്നത്. അതുകൊണ്ടാണ് നാം നമ്മുടെ സാദൃശ്യത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ ത്രിയേകനായ മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തത് എന്ന് നമ്മൾ ചിന്തിച്ചു. പഴയ നിയമത്തിൽ യഖാദ് എന്ന വാക്ക് യഹോവ ഏകനാകുന്നു എന്ന് പറയുവാൻ ഉപയോഗിച്ച അതേ വാക്കാണ് അപ്പനെയും അമ്മയെയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരുന്ന പുരുഷനും സ്ത്രീയും ചേർന്ന് ഒരു ദേഹമായി തീരും യഖാദ് എന്ന പദം ഉപയോഗിച്ചത്. ഇതേ പദം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് ഹേയിസ് എന്നാണ്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിക്കുവാൻ മനസ്സില്ലാത്തവരായ യഹൂദ ശാസ്ത്രികൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പഴയ നിയമത്തിലുള്ളതിലെ പ്രധാന കൽപ്പന ഏത് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ദൈവമായ കർത്താവ് ഏകനാകുന്നു എന്ന് പറഞ്ഞ എബ്രായ പദത്തെ യേശു ഗ്രീക്ക് ഭാഷയിൽ എടുത്തു പറയുമ്പോൾ യഖാദ് എന്നതിന് ഹേയിസ് എന്ന പദമാണ് പറയുന്നത്, അതും പ്ലൂറലാണ്. തിയോസ് എന്ന പദമാണ് പുതിയ നിയമത്തിൽ പൊതുവെ ദൈവത്തിന് ഉപയോഗിക്കുന്നത്. കാര്യം സ്വയം പ്രശംസിക്കാതെ ഞാൻ ദൈവപുത്രനാണെന്ന് സ്വയം പറയാതെ തന്നെത്താൻ ഒതുക്കി വേഗക്ഷത്തിൽ മനുഷ്യനായി നടന്ന യേശു തൻ്റെ ദൈവത്വം അങ്ങേയറ്റം മറച്ചുവെച്ച് ഉപയോഗിച്ചു. അത് മറഞ്ഞിരിക്കേണ്ടതിന് വേണ്ടി തിയോസ് എന്ന വാക്കാണ് അധികവും ഉപയോഗിച്ചത്. എന്നാൽ ഹേയിസ് ആവശ്യമായിടത്ത് യേശു ആ പദം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. ഇന്ന് നമുക്ക് തുടർന്ന് പോകാം. സൃഷ്ടിയിൽ തൻ്റെ ത്രിയേകനായ ദൈവമായിരുന്നു. ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 48. നേരത്തെ നമ്മളത് കണ്ടത് യോബിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെയാണ്. ഇപ്പോഴ് യെശയ്യാവിൻ്റെ പുസ്തകം 48 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കാമോ? യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്കുക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. നിൽക്കട്ടെ, ഞാൻ അനന്യനാണ്, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്, ഞാനതിനെ വിരിച്ചവനാണ്. ആദിയിലെ സൃഷ്ടാവായ ദൈവമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ പ്രാരംഭത്തിങ്കൽ സൃഷ്ടാവ് എന്ന അർത്ഥത്തിലാണ്.
നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങളെ വിട്ട് ആകാശവും സമുദ്രവും ഭൂമിയും അതിലുള്ളതൊക്കെയും, ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവമെന്നതിൻ്റെ ആദ്യ വിശദീകരണം ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലതും സൃഷ്ടിച്ചവനാണ്. അതാണ് ഞാൻ. ആദ്യനാണ്, അന്ത്യനാണ്, അനന്യനാണ്, ഞാൻ ഒരിക്കലും അന്യനല്ല എന്നിത്യാദികൾ ആവർത്തിക്കുന്നത് കാണാം. ഭൂമി സൃഷ്ടിപ്പ് ദൈവത്തിൻ്റെ വകയായിരുന്നുവെന്നും ത്രിയേക ദൈവമാണ് സൃഷ്ടിച്ചത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം. ട്രിനിറ്റി ഓൺ കൺസംഷൻ ഒന്ന് വായിക്കാമോ? കന്യകയാകുന്ന മറിയയോട്, ഈ പണ്ടൊരു കാലത്ത് പിതാവായിരുന്നു, സൃഷ്ടിയെങ്കിൽ പിതാവായിരുന്നു, പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ പുത്രനായി മാറി, ഇന്ന് പരിശുദ്ധാത്മാവായി മാറി. ഇതെന്തോ ഇങ്ങനെ ഒരു വ്യക്തിത്വമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്ന ഒരു വ്യക്തിത്വമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. എന്ന് വരെ ഇവർ 3 പേരും വെവ്വേറെ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്തു എന്നറിയേണ്ടതിന് യേശുവിൻ്റെ ജനനത്തിന് മുമ്പ്, സൃഷ്ടിയുടെ ഞാൻ തൊട്ടു, ഇനി 2, യേശുവിൻ്റെ ജനന സമയത്ത് 3 വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നോ നോക്കാനായി മറിയയോട് വചനിപ്പ് പെരുന്നാൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ജനനത്തെ കുറിക്കുന്ന സദ്വർത്തമാനം അറിയിക്കുവാൻ ഹെബ്രിയേൽ മാലാഖ വന്നപ്പോൾ പറഞ്ഞ പദങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസ് 1:35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആഹാ, പ്രൈസ് ദി ലോർഡ്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതനായ ഒരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് തൻ്റെ ശക്തി, ആത്മാവ് നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് ദൈവത്വത്തിൻ്റെ ഭാഗമാണ്. ഒരു വിശുദ്ധ പ്രജ ഉത്ഭവിക്കും എങ്കിൽ കന്യകമറിയാമിൻ്റെ വചനിപ്പ് പെരുന്നാൾ വരെ ത്രിയേക ദൈവത്തിൻ്റെ ത്രിയേകത്വത്തിന് വ്യത്യാസം വന്നിട്ടില്ല. കന്യകയിൽ ഉരുവാകുന്ന സമയത്ത് ത്രിയേകനായ ദൈവമുണ്ടായിരുന്നു. സൃഷ്ടിയെങ്കിൽ മാത്രമായിരുന്നു പിതാവെങ്കിൽ ഇവിടെ ഈ പദം യോജിക്കയില്ലായിരുന്നു. തിരുവചനത്തിൽ ഇത് നന്നായി യോജിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നോക്കാം. യേശുവിൻ്റെ സ്നാനസമയം വരെ ഇത് മാറിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. യേശുവിൻ്റെ സ്നാനസമയം മത്തായിയുടെ സുവിശേഷം 3:16. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. 3 വ്യക്തിത്വങ്ങളെ കാണിച്ചു തരാം. ദാ നിൽക്കുന്നു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പൊങ്ങി വരുന്ന യേശു യോർദാനിലെ വെള്ളത്തിൽ, ഭൂമിയിൽ. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തിൽ. സ്വർഗാധിസ്വർഗങ്ങളിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന പിതാവ്. സ്വർഗത്തിൽ പിതാവും അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവും ഭൂമിയിലെ വെള്ളത്തിൽ യേശുവും നിൽക്കുന്ന ഒരു രംഗം. ത്രിയേക ദൈവം, തൃത്വം സമ്മേളിക്കുന്ന സ്നാനരംഗം. ഒട്ടും സംശയിക്കേണ്ട. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലും ഇതേ കാര്യം കാണുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 3:22 ദയവായി വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്ന പിതാവ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. താഴേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തിൽ കാണാം. പ്രാവെന്നതുപോലെ ആൾ രൂപത്തിൽ ഇറങ്ങി വരികയാണ്. താഴെ വെള്ളത്തിൽ നിൽക്കുന്ന യേശു തത്വം സ്നാനരംഗത്ത് സമ്മേളിക്കുന്നു. നമുക്ക് യോഹന്നാൻ അപ്പോസ്തലനോടൊന്ന് ചോദിക്കാം, യോഹന്നാൻ സ്നാപകനോടൊന്ന് ചോദിക്കാം, അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യം ആ സ്നാനരംഗത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ വിശദീകരിക്കുന്നത് കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 31 മുതൽ 33 വരെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. എന്നെ ഒരുത്തൻ അയച്ചിട്ടുണ്ട് സ്നാനപ്പെടുത്താനാണ്. അതാണ് പിതാവ്. എന്തിനാണ് സ്നാനപ്പെടുത്തുന്നത്? അവനെ ഇസ്രായേലിന് വെളിപ്പെടുത്തേണ്ടതിനാണ്. എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ ഇറങ്ങുന്നത് കൊണ്ടാണ്. ഞാനത് കണ്ടു എന്ന് യോഹന്നാൻ എടുത്ത് പറയുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ സ്നാന ദിവസം വരെ പരിശുദ്ധ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്.
തുടർന്ന് ഞാനൊന്ന് തൊട്ടട്ടെ. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ ഒരു പ്രാവശ്യം വാക്യം വായിച്ചതാണ്, അതുകൊണ്ട് ഒന്നുകൂടെ വായിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ യേശു അവരുമായി കൂടിയിരുന്നപ്പോൾ തൃത്വത്തെ വിശേഷിപ്പിച്ചു. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം എന്നിങ്ങനെ എടുത്തു പറഞ്ഞു. എങ്കിൽ പെന്തക്കോസ്ത് നാൾ വരെയും ആ വാഗ്ദത്തം തീർന്നു പോയിട്ടില്ല. ദൈവത്തിൻ്റെ ത്രിയേകത്വത്തിന് ഭംഗം വന്നിട്ടില്ല. ഇനിയും യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ തൃത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചത് എടുത്തു കാണിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞതോടുകൂടെ തന്നെ ത്രിയേക ദൈവമെന്ന ആശയം മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുവാൻ ധാരാളമായി. എന്നാൽ മറ്റൊരാളിനെ കൂടെ പഠിപ്പിച്ചു കൊടുക്കത്തക്കവണ്ണം സംശയരഹിതമായി കൊണ്ടുപോകേണ്ടതിന് എന്നാൽ കഴിയുന്നത് ചെയ്യേണ്ടതിനാണ് ഞാൻ ഈ ചെയ്യുന്നത്. കൺഫ്യൂസിങ് മാസ്റ്റേഴ്സ് പലരുമുണ്ട്, പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ട്. വാക്കുകൾ കുഴച്ചും തിരിച്ചും അങ്ങനല്ല ഇങ്ങനല്ലെന്നൊക്കെ പറയും. ഈ തർക്കങ്ങളുടെ ഒരു ശൈലി, ഒരേ കാര്യം തന്നെ പെരുപ്പിച്ച് വലുതാക്കി 1000 പ്രാവശ്യം ഒന്ന് തന്നെ പറയുമ്പോൾ, ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പോൾ പച്ചക്കള്ളമാണെങ്കിൽ അതിനകത്തൊരു സത്യമില്ലേ എന്നൊക്കെ ആളുകൾ കൺഫ്യൂസായി പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇവിടെ ആത്മീയ വിഷയത്തിലാണെങ്കിൽ ഒന്ന് കൺഫ്യൂസ് ചെയ്യാമെങ്കിൽ പിശാചു ബാക്കി പണി ചെയ്തോളും. അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മളെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടി യേശു ട്രിനിറ്റിയെക്കുറിച്ച്, ത്രിയേക ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ച ചില രംഗങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ഞാനും പിതാവും ഇപ്പം 2 പേരുണ്ട്. അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. മൂന്നാമതൊരുവനുണ്ട്, സത്യത്തിന്റെ ആത്മാവ്. ഞാൻ 1, പിതാവ് 2, സത്യത്തിൻ്റെ ആത്മാവ് 3. 3 വ്യക്തിത്വങ്ങളെ യേശു എടുത്തു പഠിപ്പിക്കുന്നത് കാണാം. യോഹന്നാൻ 14:26 നോക്കിക്കാട്ടെ. 14 അതേ അധ്യായത്തിൻ്റെ തന്നെ 26-ാമത്തെ വാക്യം. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 നാമം യേശു വാതോരാതെ ആവർത്തിക്കുന്നത്, അല്ലെങ്കിൽ കൂടെ പറയുന്നത് ദയവായി ശ്രദ്ധിച്ചോണം. പിതാവ് നാമങ്ങൾ എന്നല്ല, നാമം എന്നാണ് എടുത്തു പറയുന്നത്. കാര്യം ഇത് ട്രൈയൂണാണ്. ഇത് 3 വ്യക്തിത്വങ്ങളല്ല, 3 വ്യക്തിത്വങ്ങളാണ്. പക്ഷെ 3 ഇടങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരല്ല, ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നവരാ. അതുകൊണ്ട് നാമങ്ങൾ എന്ന് പറയാതെ ഏകമാണ് നാമം എന്ന പദം. പിതാവിൻ്റെ നാമം, പുത്രൻ്റെ നാമം, പരിശുദ്ധാത്മാവിൻ്റെ നാമം 14:26 യേശു ഉപയോഗിക്കുന്നതായി കാണാം. വായിക്കാം. യോഹന്നാൻ 15:26. യോഹന്നാൻ്റെ സുവിശേഷം 15:26. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പിതാവ്, ഞാൻ, എന്നെക്കുറിച്ച് സത്യാത്മാവ്, 3 വ്യക്തിത്വങ്ങളെ യേശു എടുത്തു തൊടുന്നതായി കാണാം. യേശുവിൻ്റെ പഠിപ്പിക്കലിൽ മുഴുവനും ത്രിയേക ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാം. ഇനി മത്തായിയുടെ സുവിശേഷം 28:19 വരാമോ? അതിശക്തമായ ഒരു കാര്യം കാണാം. 3 നാമങ്ങളും ഒരുമിച്ച് യേശു എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ദ ഗ്രേറ്റ് കമ്മീഷനകത്ത് യേശു ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാ. ദയവായി നോക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. യേശു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുക. ഇതിനെയാണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ദ ഗ്രേറ്റ് കമ്മീഷൻ. ഞാൻ നിങ്ങളെ പറഞ്ഞയക്കുക. എന്തിനാണ്? നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, ദൈവിക അത്ഭുതങ്ങൾ നിർവഹിക്കണം. അനേകർ വിശ്വസിച്ചടുത്തു വരും. വിശ്വസിക്കുന്നവരെ അവരോട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ അവിടെ ഗ്രീക്കിലും ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാമങ്ങളിൽ എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. ദൈവം 3 ഡിഫറെൻറ്റ് വെറൈറ്റിയായി ഓപ്പറേറ്റ് ചെയ്യുന്നതൊന്നും ഇല്ല. 3 ഒരേ നാമമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അങ്ങനെ വരുമ്പോൾ ചോദിക്കുന്നവരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നാമം ഉപയോഗിച്ചാൽ പോരെ? പിതാവാം ദൈവത്തിൻ്റെ നാമത്തിൽ പോരായോ? അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പോരായോ?
ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പോരായോ? അത് പോരായോ പോരുമോ എന്ന് തീരുമാനിക്കേണ്ട ഞാനല്ലല്ലോ, കൽപ്പന തന്നവനല്ലേ. കൽപ്പന തന്നവൻ തെറ്റിച്ചുകൂടാത്തൊരു കൽപ്പന തന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പിൻ. പത്രോസ് അങ്ങനെ സ്നാനം കഴിപ്പിച്ചില്ല, പൗലോസ് അങ്ങനെ സ്നാനം കഴിപ്പിച്ചില്ല എന്നൊക്കെ പറയുന്നത് അത് അവരും ദൈവവും കൂടെ തീർക്കട്ടെ. എനിക്കതിന് തെളിവുകളുണ്ടോ, ഞാൻ അവിടോട്ട് വന്നോളാം, നമ്മളവിടെ വരും. എന്നാൽ തൽക്കാലം ഞാൻ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കട്ടെ, മറ്റാരേക്കാളും ഉപരി. അവർ തെറ്റിയെങ്കിൽ അവരും ദൈവവും കൂടെ തീർക്കട്ടെ. ഞാനതിനകത്ത് തെറ്റണമെന്നില്ലല്ലോ. തന്നെയല്ല, അവരാരും തെറ്റിയൊന്നുമില്ല. അവർ യേശു കൊടുത്ത അധികാരത്തിലല്ലാതെ സ്നാനപ്പെടുത്തത്തില്ല എന്ന് അവരെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായി ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. യേശു കൊടുത്ത കൽപ്പനയ്ക്കൊത്തവണ്ണം ആ അധികാരത്തിലാണ് അവർ സ്നാനപ്പെടുത്തിയത്. ഓൾ റൈറ്റ്, യേശുവിൻ്റെ കൽപ്പന എന്തായിരുന്നു? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 15 വരെ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. തൻ്റെ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആത്മാവ് വായിച്ചു. അവൻ സ്വയമായി സംസാരിക്കാതെ, ആത്മാവ് സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വായിച്ചു. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. പിതാവിനുള്ളത് എനിക്കുള്ളത് എങ്കിൽ നിന്ന് എടുത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പിതാവിനെയും എന്നെയും പരിശുദ്ധാത്മാവിനെയും കണക്ട് ചെയ്ത് യേശു പഠിപ്പിക്കുന്നതായി കാണാം. ഇത് യേശു ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിച്ച ഭാഗങ്ങളാണ്. ഇനിയും നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പഴയ നിയമം മുതൽ ചിന്തിച്ചു വരാം. യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തി ക്രിസ്തുവിലൂടെ വെളിവാകുന്നതായി യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്ന പ്രവചനം നമുക്ക് കാണാം. 61-ന്റെ 1 മുതൽ 3 വരെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. തന്റെ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവചന ആത്മാവിൽ യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എലോഹീം, ആ വലിയവനായ ത്രിയേക ദൈവം പിതാവ് എന്നെ അയച്ചിരിക്കയാൽ തൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ളതിനാൽ ഞാനിത് ചെയ്യാൻ പോകുകയാണ്. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ഒറ്റയ്ക്കല്ല, പിതാവ് അയച്ചത്, പുത്രൻ നിന്ന് ആത്മാവുമായി ചേർന്ന് ഒരുമിച്ചാണ് ചെയ്യുന്നത്. ത്രിയേക ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ കാണുന്നത്. ഇന്നും അത് തന്നെ കാണുന്നു. ഇതിനോട് ചേർന്ന് മത്തായിയുടെ സുവിശേഷം 12-17-18 വായിച്ചാൽ ഇത് യെശയ്യാവ് 61-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ നിവർത്തീകരണമാണെന്ന് കാണാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 17-18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. ഇത് നമ്മൾ പഴയ നിയമത്തിൽ വായിച്ച വാക്യമാ. വായിച്ചു. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസനാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ അവൻ്റെ മേൽ വയ്ക്കും, അവൻ ചെയ്യും. പിതാവായ ഞാൻ, എൻ്റെ ദാസനായ യേശു, എൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് ക്രിസ്തുവിലൂടെ നിറവേറിയത്. ലൂക്കോസ് 4:18 നമുക്ക് നോക്കാം. കർത്താവായ യേശു വീണ്ടും അതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4:18. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. തൻ്റെ കർത്താവായ യേശു ക്രിസ്തു ദേവാലയത്തിലോട്ട് കയറി നിന്ന് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുന്നമേ തൻ്റെ ശുശ്രൂഷയുടെ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കേണ്ടതിന് യേശു ജനിച്ചു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, 40 ദിവസം ഉപവസിച്ചു, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ വന്നു. യെരുശലേമിലെ കപ്രർന്നഹൂമിലെ ദേവാലയത്തിലോട്ട് കയറി നിന്ന് വായിക്കുവാൻ വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ തന്നെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് തൻ്റെ ശുശ്രൂഷയുടെ മാനിഫെസ്റ്റോ വിളിച്ചു പറയുകയാണ്. എന്നെ അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി എന്നെ അയച്ചു. ഞാൻ തുടങ്ങുകയാണ്.
ത്രിയേക ദൈവത്തിൻ്റെ ശുശ്രൂഷ ഞാനിവിടെ ആരംഭിക്കുകയാണ് എന്ന് വിളിച്ചു പറയുന്നതായി കാണാം. ത്രിയേക ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് എൻ്റെ യേശു ചെയ്തു വന്നത്. ഞാൻ എന്തോ പറഞ്ഞു? സൃഷ്ടിയെങ്കിൽ താൻ ത്രിയേകനായിരുന്നു. കന്യമറിയാം യേശുവിനെ ഗർഭിണിയാകുന്ന സമയത്ത്, വചനിപ്പ് പെരുന്നാളിൻ്റെ സമയത്ത് തൃത്വം ഒരുമിച്ച് വെളിപ്പെടുന്നു. യേശുവിൻ്റെ സ്നാനരംഗത്ത് തൃത്വം ഒരുമിച്ച് വെളിപ്പെടുന്നു. യേശുവിൻ്റെ ശുശ്രൂഷവേദികളിൽ തൃത്വം ഒരുമിച്ച് വെളിപ്പെടുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ യേശു തൃത്വത്തെക്കുറിച്ച് എടുത്ത് പഠിപ്പിച്ചു. ഇനിയും അപ്പസ്തോലന്മാരുടെ പഠിപ്പിക്കലുകളിലേക്ക് പോകാൻ പോകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നാളെ ആരെങ്കിലും തിരിച്ചു മറിച്ചുമൊക്കെ സംസാരിച്ചാൽ കൺഫ്യൂസായി പോകാതിരിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയുന്ന അത്രത്തോളം ദൈവവചനത്തിനകത്ത് അരക്കെട്ട് ഉറപ്പിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ടാണ് ത്രിയേക ദൈവം എന്ന ആശയം ഇങ്ങനെ എടുത്തു പോകുന്നത്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം വീണ്ടും വായിക്കാം. നമ്മൾ വായിച്ച വാക്യമായിരിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. നമ്മൾ വായിച്ചതല്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ ട്രിനിറ്റിയെക്കുറിച്ച് എന്ത് പറയുന്നു, അതിൽ പത്രോസ് എന്ത് പറയുന്നു എന്ന് ആദ്യം നോക്കാം. വായിച്ചാട്ടെ 2:33. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത്, ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് അവൻ ആരോഹണം ചെയ്തു. ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പിന്നെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. പിതാവ്, പുത്രൻ, ആത്മാവ്, 3 വ്യക്തികളെ പത്രോസ് അപ്പോസ്തലൻ എടുത്തു പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാർ ത്രിയേകത്വത്തെക്കുറിച്ച് എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് നോക്കുകയാണ്. അതിൽ ഒന്നാമതായി പത്രോസിനെയാണ് ഞാൻ എടുക്കുന്നത്. പത്രോസ് ഇവരെ 3 പേരെയും ഒരുമിച്ച് പഠിപ്പിക്കുന്നതായി കാണാം. ഇനിയും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. നമ്മൾ ഏതായാലും വാക്യങ്ങൾ വായിക്കുക. 36 മുതൽ 38 വരെയുള്ള വാക്യം. ആക്ട്സ് 10. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. മതി. നസ്രയനാകുന്ന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇവിടെ പുത്രൻ, പിതാവ്, ആത്മാവ് എന്ന ടേമിലേക്ക് മാറുന്നു, ഓർഡറിലേക്ക് മാറുന്നു. നേരത്തെ നമ്മൾ കണ്ടത് പിതാവ്, പുത്രൻ, ആത്മാവ് എന്ന ഓർഡറാണ്. ഇവിടെ പുത്രൻ, പിതാവ്, ആത്മാവ് എന്ന ഓർഡർ. ഇടയിൽ നമ്മൾ ആത്മാവ്, പിതാവ്, പുത്രൻ എന്ന ഓർഡറിൽ കണ്ടു. വ്യത്യസ്ത ഓർഡറുകളിൽ. കാര്യം ഇറ്റ്സ് എ പെർഫെക്റ്റ് യൂണിയൻ. അങ്ങനെ പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞാലും ഇത് എക്കാതാണ്, ഹേയിസാണ്. ഇതിനകത്തൊരു വ്യത്യാസം വരുന്നില്ല. ത്രിയേകനായ ദൈവത്തെ കാണാം. ഇനിയും 1 പത്രോസ് 1:2 1 പത്രോസ് 3:18 കാണാം. വായിക്കണമെന്നുണ്ടോ? വായിക്കണമെങ്കിൽ വായിക്കാം. വായിച്ചാട്ടെ, ഒരെണ്ണം കൂടെങ്കിലും വായിച്ചാട്ടെ. 1 പത്രോസ് 1:2. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് പിതാവ്, ആത്മാവ്, പിന്നെ അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. യേശു 3 പേരുകൾ ഉപയോഗിച്ചു. പിതാവ്, ആത്മാവ്, യേശു. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും എല്ലാ രൂപത്തിലും വരുന്നത് കാണാൻ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക ദൈവത്തിന്, എക്കാദിന് അതിനകത്ത് ഒരു ശല്യവുമില്ല. ദാറ്റ്സ് എ പെർഫെക്റ്റ് യൂണിയൻ. ഞാൻ ഇന്നാരേക്കാൾ വലിയവനെന്നും ഇന്നാരെന്നേക്കാൾ ചെറിയവനെന്നുമല്ല. അതേസമയം ദൈവിക ഹെഡിനകത്ത് കൊടുക്കേണ്ട ബഹുമതി നമ്മളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ കൊടുക്കും. 3 ജനറേഷനിലായി അവരെ കണ്ടുകൊണ്ട് പിതാവ് വലിയവനെന്നും പുത്രൻ അതിന് താഴെയെന്നും പരിശുദ്ധാത്മാവ് ഇരുവരോടും ചേർന്ന് പ്രവർത്തിക്കുന്ന മൂന്നാമൻ എന്നും പറയുന്നുണ്ട്. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, ഒന്നാമനായ പിതാവ്, രണ്ടാമനായ ക്രിസ്തു എന്നിങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. വായിക്കാം 1 പത്രോസ് 3:18. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തു നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന്, ക്രിസ്തുവും ദൈവവും ആത്മാവും. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ക്രിസ്തു, ദൈവം, ആത്മാവ് എന്ന ഓർഡറിൽ അവിടെയും പറയുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ
അപ്പോസ്തലന്മാർ യേശുവിൻ്റെ ദൈവത്തിൻ്റെ തൃത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പത്രോസ് എടുത്തു പറയുന്ന 3-4 വാക്യങ്ങൾ നമ്മൾ വ്യക്തമായി കണ്ടു. ഇനി നമുക്ക് പൗലോസിനെ ഒന്ന് നോക്കാം. റോമാലേഖനം 8-ന്റെ 9, 10, 11 വാക്യങ്ങളിൽ പൗലോസ് യേശുക്രിസ്തു ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാം. വായിക്കാമോ? നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 3 പേരുകൾ വന്നു കഴിഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ത്രിയേക ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 1:21 പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് കാണാം. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കാതെ ചിലതൊന്ന് സ്കിപ്പ് ചെയ്തോട്ടെ. കാര്യം അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ ത്രിയേകത്വത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 നാമം ദൈവം എന്ന നാമത്തിൽ ഉൾക്കൊള്ളുന്നതായി കാണുവാൻ കഴിയും. റോമാലേഖനം 4 വാക്യങ്ങളിൽ നിന്ന് പത്രോസ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് നമ്മൾ വിശദമായി കണ്ടു. റോമാലേഖനം 9:8 9 മുതൽ 11 വരെ പൗലോസ് പഠിപ്പിക്കുന്നതായി കണ്ടു. ചില വാക്യങ്ങൾ ഞാൻ പറഞ്ഞു വിടട്ടെ. അവരവരുടെ സമയത്ത് എല്ലാവർക്കും ബൈബിൾ എടുക്കാനും നോക്കാനും ഒക്കെ ഒത്താൻ നല്ലതാണെന്നു. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒറ്റയടിക്ക് പറ്റിയില്ലെങ്കിൽ എഴുതിയെടുക്കണം ദയവായിട്ട്. എന്നിട്ടിത് വായിക്കണം, എങ്കിലേ നമുക്കിത് വേണ്ട പ്രയോജനം ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വാക്യങ്ങളൊന്ന് കേട്ട് പൊയ്ക്കോ. 2 കൊരിന്ത്യർ 1:21 വാക്യം, 2 കൊരിന്ത്യർ 1:21 വാക്യം, 2 തെസ്സലോനിക്കർ 2:13-14 വാക്യങ്ങൾ ആവർത്തിക്കാം. 2 തെസ്സലോനിക്കർ 2:13-14 വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 13:14 വാക്യം. ഇത്രയും മതി. 2 കൊരിന്ത്യർ 13:14 വാക്യം. ഈ ഭാഗങ്ങളിൽ വിശുദ്ധ പൗലോസ് ട്രിനിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കാണാം. മുമ്പേ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, ലോക സൃഷ്ടിയിൽ ത്രിയേകദൈവം ഉണ്ടായിരുന്നു. 2 കന്യാമറിയമിൻ ഗർഭധാരണത്തിൻ്റെ സമയത്ത് ത്രിയേകദൈവം ഉണ്ടായിരുന്നു. 3 യേശുവിൻ്റെ സ്നാനവേളയിൽ ത്രിയേകദൈവം ഉണ്ടായിരുന്നു. 4 യേശു പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തുടങ്ങുമ്പോൾ ത്രിയേകദൈവം ഉണ്ടായിരുന്നു. അവിടം വരെ തീർന്നു പോയില്ല. നമുക്ക് പൗലോസിനോടൊന്ന് ചോദിക്കാം, അങ്ങയുടെ കാലത്ത് തീർന്നു പോയിട്ടുണ്ടോ? ഇല്ല. ട്രിനിറ്റിയെ അദ്ദേഹം എടുത്ത് ആശീർവാദത്തിൻ്റെ പദത്തിൽ ഉപയോഗിക്കുന്നത് കാണാം. അതാണ് 2 കൊരിന്ത്യർ 13:14. ദയവായി വായിക്കാമോ? 2 കൊരിന്ത്യർ 13:14 ആശീർവാദത്തിൻ്റെ പദങ്ങൾ എടുത്തു പറയുന്നത് കാണാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തല പൗലോസേ, ഇതെല്ലാം ഇല്ലാതെ പോയെന്ന് ഞങ്ങൾ കേട്ടല്ലോ. ഏതൊക്കെയോ മാഞ്ഞു പോയെന്നോ തീർന്നു പോയെന്നോ നിന്നു പോയെന്നോ ഒക്കെ ആരണ്ടൊക്കെ പറയുന്നത് കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞ അത് ദുരുപദേശമാണ്. തീർന്നില്ല. ഞാൻ ആശീർവാദം പറയുന്നത് വരെ, സഭ ആശീർവദിക്കപ്പെടുന്നത് വരെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടായിരിക്കും. ആകയാൽ ആശീർവാദ പദത്തിൽ അത് ചേർത്തു. ആശീർവാദ പദത്തിൽ അത് ചേർത്തുവെന്ന് ഞാൻ പറയുമ്പോൾ ഇത് പൗലോസിൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് പഴയ നിയമത്തിലെ ഉള്ളതായിരുന്നുവെന്നും പുതിയ നിയമത്തിലെ അത്രയും വ്യക്തതയിൽ പഴയ നിയമത്തിൽ വെളിപ്പാട് ലഭിച്ചിട്ടില്ല എന്നതിനാൽ അതിനകത്ത് ഈ വ്യക്തത ഇല്ലെങ്കിലും ആശീർവാദ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. ആരാധനയിൽ പരിശുദ്ധൻ 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 എന്ന പദം 2-3 പ്രാവശ്യം നമ്മൾ എടുത്തു പറഞ്ഞു. ഇതുപോലെ നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നോക്കണം. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിക്കാമോ? പഴയ നിയമത്തിലെ ആശീർവാദ പദമാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. 1 യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ 2-ാമത്തെ പ്രാവശ്യം. പിന്നെ യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. 3 പ്രാവശ്യം യഹോവ എന്ന് പഴയ നിയമത്തിൽ ആശീർവാദത്തിന് ഉപയോഗിച്ചു. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് സഭാപിതാക്കന്മാരുടെ അപ്പച്ചന്മാരുടെ നാവിൻ്റെ മേൽ കൊടുത്ത് അവർ പറഞ്ഞ് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ വ്യക്തത അന്നില്ല. ഇന്ന് പുതിയ നിയമത്തിൽ ഒരുപാട് വ്യക്തതയിലേക്ക് നമ്മളെ ഇറക്കിയ ദൈവമുണ്ട്. ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്ത ശേഷം ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖേന വ്യക്തതയിൽ ഒരു വെളിപ്പാട് നമുക്ക് തന്നതിനാൽ ആ വെളിപ്പാടിനെ ഏറ്റുവാങ്ങാം. ആശീർവാദ പദങ്ങൾ പണ്ടേ ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് എടുത്ത് വിശദീകരിച്ച് പൗലോസ് ഒരു ആശീർവാദ പദം പറഞ്ഞതാണ് എല്ലാ ഞായറാഴ്ചയും ഞാൻ ആവർത്തിക്കുന്നത്.
ഏത് മീറ്റിംഗ് കഴിയുമ്പോഴും ദൈവഭക്തന്മാർ സഭാ ശുശ്രൂഷകന്മാർ ആവർത്തിക്കുന്നത്, മീറ്റിങ്ങുകൾ നടത്തുന്നവർ ആശീർവാദം പറഞ്ഞ് പിരിച്ചുവിടുമ്പോൾ ഉപയോഗിക്കുന്ന പദം പഴയ നിയമത്തിലുണ്ടായിരുന്ന ആശീർവാദത്തിൻ്റെ പദമാണ്. അന്നില്ല ഡിസ്ക്രിപ്ഷനോടുകൂടെ ഇന്നതെടുക്കുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇനിയും യോഹന്നാൻ അപ്പോസ്തലൻ തൃത്വോപദേശം പഠിപ്പിക്കുന്നു. തൃത്വോപദേശം പത്രോസ് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. തൃത്വോപദേശം പൗലോസ് പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. തൃത്വോപദേശം യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14:23. യോഹന്നാൻ്റെ സുവിശേഷം 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എൻ്റെ വചനം അനുസരിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു, പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വരും. പോളിയോങ്കുച്ചവൻ്റെ ഒരു പ്രസ്താവന ആദ്യത്തെ ക്ലാസ്സിൻ്റെ ആദ്യ രംഗത്ത് തൊട്ടുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നീ എതിരിടുമ്പോൾ, നിന്നെ കാണുമ്പോൾ നീ ഒരാളിനോട് മാത്രം സംസാരിക്കുകയും ബാക്കി രണ്ടുപേരോട് പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്താൽ ആ പ്രാർത്ഥിക്കാതിരുന്ന വ്യക്തി നിൻ്റെ അടുക്കൽ വരത്തില്ല. ഞങ്ങളുടെ പ്രത്യേകത ഒരാൾ വന്നില്ല പിന്നെ ആരും വരികയില്ല. ഞങ്ങളുടെ പ്രത്യേകത ഒരാൾ വന്നില്ലെങ്കിൽ പിന്നെ ആരും വരത്തില്ല. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് യോഹന്നാൻ അപ്പോസ്തലൻ ത്രിയേക ദൈവത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ഇനിയും വെളിപ്പാട് പുസ്തകം 22 പോകാം. യോഹന്നാൻ അപ്പോസ്തലൻ്റെ പഠിപ്പീരല്ലേ. യോഹന്നാൻ്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ കാണാം, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് നമുക്ക് കാണാം. നിത്യതയിൽ സ്വർഗത്തിൽ കാണാം. ഒന്ന് വായിച്ചതാ, വീണ്ടും വായിച്ചാട്ടെ. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ കീഴിൽ നിന്ന് പരിശുദ്ധാത്മാവാം നദി. യേശു ഒരിക്കൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഞാനും എൻ്റെ പിതാവും ഒരുമിച്ചിരിക്കുന്ന സിംഹാസനത്തിൻ്റെ കീഴിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകും. പരിശുദ്ധാത്മാവിനെ ഒരു നദിയായി അവിടെ ഉപമിച്ചു. 3 പേരും നിത്യതയിൽ സ്വർഗത്തിൽ വരെ ഉണ്ട്, പുതിയ യെരൂശലേമിലും ഉണ്ട്, നിത്യതയിലും ഇവർ ത്രിയേക ദൈവമായി തുടരും എന്ന ആശയം നാം തിരുവചനത്തിൽ നിന്ന് കാണുകയുണ്ടായി.